Good afternoon all. All of you take your textbook, page number 49. Page number 49. How many are there? Look, how many are there? കണ്ടോ? ഈ പേജ് ആണ് എല്ലാവരും എടുക്കേണ്ടത്. Take your pencil also. Look, ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് കോളത്തിൽ 6 eraser ആണ്. സെക്കൻഡ് കോളത്തിൽ 2 eraser. അന്നേരം 6 + 2 = 8 eraser. അല്ലേ? ടോട്ടൽ എത്ര eraser ആണ് അവിടെ ഉള്ളത്? 8 eraser. ഓക്കെ. അന്നേരം നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. How many caps are there? How many hats are there in first column? 4 hats ആണ് അല്ലേ? നെക്സ്റ്റ് സെക്കൻഡ് കോളം. How many hats? 2. റൈറ്റ് there. അവിടെ ഒരു കോളം ഉണ്ട്, നിങ്ങൾ അവിടെ എഴുതണം കേട്ടോ. അവിടെ ഒരു റെഡ് റോസ് കോളം കാണുന്നില്ലേ? അതിൽ നിങ്ങൾ ഫസ്റ്റ് കോളത്തില് എത്ര ഹാറ്റ് ഉണ്ടെന്ന് നിങ്ങൾ അവിടെ എഴുതണം. സെക്കൻഡ് കോളത്തില് എത്ര ഹാറ്റ് ഉണ്ട്? 2 ഹാറ്റ്. 2 ഹാറ്റ്സ്. ഫസ്റ്റ് കോളത്തില് 4 ഹാറ്റ്സ്. അന്നേരം 4 + 2 = 4 + 2 = 6. 6. റൈറ്റ്? 6. നോക്കിക്കേ. Third question. Look, third question. Pear. First കോളത്തില് 1 fruit. സെക്കൻഡ് കോളത്തില് 2 fruit. അല്ലേ? 2 fruits ആണ്. അന്നേരം ടോട്ടൽ how many fruits are there? How many fruits are there? 3. 3 fruits are there. നെക്സ്റ്റ് ലാസ്റ്റ് വൺ. സ്റ്റാർസ് കണ്ടോ? ഓ, കണ്ണൊക്കെ ഉണ്ടല്ലേ? സ്റ്റാർസ് നല്ല ചിരിച്ചാ നിൽക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലേ? പിയോണനൊക്കെ ഇഷ്ടപ്പെട്ടു, ദേവപ്രിയനെയൊക്കെ. സ്റ്റാർസ് നല്ല ചിരിച്ചു നിൽക്കുന്നു. നോക്കിക്കേ. ഫസ്റ്റ് കോളത്തില് ഹൗ മെനി സ്റ്റാർസ് ആർ ദേർ? ഷോ യുവർ ഫിംഗർ. ഫസ്റ്റ് കോളത്തിൽ എത്ര സ്റ്റാർ ഉണ്ട്? 3 സ്റ്റാർ അല്ലേ? സെക്കൻഡ് കോളത്തിൽ എത്ര സ്റ്റാർ ഉണ്ട്? ഹൗ മെനി സ്റ്റാർസ് ആർ ദേർ? 3. ടോട്ടൽ സ്റ്റാർസ് എത്രയാണ്? 6 സ്റ്റാർസ്. റൈറ്റ്? 6. ഫസ്റ്റ് കോളത്തിൽ 3 എന്ന് എഴുതണം. സെക്കൻഡ് കോളത്തിൽ ആൾസോ 3. ടോട്ടൽ 6 സ്റ്റാർസ്. Sajita, what are you doing there? Next, next one look. Add. കണ്ടോ? താഴെ ആഡ് ചെയ്യാന്ന് കണ്ടോ? ആഡ് കണ്ടോ? ഏതൊക്കെയാ? ഫസ്റ്റ് വൺ 1 + 4 = 1 + 4 = 5 അല്ലേ? ഷൻസ ഫാത്തിമ, പേജ് നമ്പർ 49. ടേക്ക് പേജ് നമ്പർ 49. അതിൽ ഫസ്റ്റ് ഹൗ മെനി ആർ ദേർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത്. ആഡ് 1 + 4. 1 + 4. What is the answer, Nigel? 1 + 4 = Nigel? 5. Nigel. 1 + 4 = take 4 finger. Next 3 + 2 = 3 + 2 = Nigel. Take 3 finger and 2 finger.
How many? 3 plus 2 is equal to? Count cheyo. 1, 2, 3, 4, 5. Okay. എല്ലാരും എഴുതിക്കോ. Write all of you. 1 plus 4 is equal to 5. Second one, 3 plus 2 is equal to 5. ടെക്സ്റ്റ് ബുക്കിലല്ലേ നമ്മളിപ്പോ ചെയ്യുന്നേ? പേജ് നമ്പർ 49. നെക്സ്റ്റ്, did you finish ദേവപ്രിയ? എഴുതിയോ? Yes. Next is 7 plus 1. 7 plus 1 is equal to? Christy Joseph. 7 plus 1 is equal to? Please unmute and say. 7 plus 1 is equal to? 8. Okay. Right all of you. 8. 7 plus 1 is equal to 8. Next, Avedya. Avedya, PS, please unmute. 4 plus 4 is equal to? Take 4 finger and take 4 finger. Total? Total? 8. Write 8 all of you. 4 plus 4 is equal to 8. 4 plus 4 is equal to 8. Okay, next page number 50. 50. Okay. How many are these? How many are these? Look, butterflies ആണല്ലേ? 2 കോളത്തില് ബട്ടർഫ്ലൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക്, ഫസ്റ്റ് കോളത്തില് 3 ബട്ടർഫ്ലൈസ്, സെക്കൻഡ് കോളത്തിൽ ആൾസോ 3 ബട്ടർഫ്ലൈസ്, ടോട്ടൽ 6 അല്ലേ? ഇത് കണ്ടോ, ഈ മുകളിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? സെക്കൻഡ് കോളത്തില് how many cups are there? Yes, Ishan? Yes. How many cups are there? 4 cups. Second കോളത്തില് 1 cup. Okay. ഈ ഇവിടെ കണ്ടോ, ചെറിയൊരു കോളം കൊടുത്തിരിക്കുന്നത് കണ്ടോ? അവിടെ 4 എന്ന് എഴുതുക, ഇവിടെ 1 എന്ന് എഴുതുക. അന്നേരം 4 plus 1 is equal to 5. 4 plus 1 is equal to 5. Godwin, did you finish? Alan Joseph, finish ആയ മോനെ? പേജ് നമ്പർ 50 ആണ്, 50. അതില് 1 hen, ഫസ്റ്റ് കോളത്തില് 1 hen, സെക്കൻഡ് കോളത്തില് 3 hens അല്ലേ? അന്നേരം ടോട്ടൽ how many hens? 4 hens. ഈ കോളത്തില് 1 എന്ന് ഇടുക, സെക്കൻഡ് കോളത്തില് 3, റൈറ്റ് 3, ടോട്ടൽ 4. ഓക്കെ, വെരി ഗുഡ് മുഹമ്മദ് സാദ്. നെക്സ്റ്റ്, ഫസ്റ്റ് കോളത്തില് 2 ഫ്ലവേഴ്സ് അല്ലേ? എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 2 ഫ്ലവേഴ്സ്. റൈറ്റ് ദർ 2. റൈറ്റ് 2. സെക്കൻഡ് കോളത്തില് how many flowers? 6 flowers are there അല്ലേ? 6 flowers are there.
Write 6. Total, how many flowers are there? 8 flowers are there. 8. Write 8. Okay, very good, Muhammad Saad. Next, last one, doll. First column, how many dolls are there? Godwin, very good. 4 dolls. Alle Kashinath. Kashinath. How many dolls are there? First column, etra dolls undu? 4. Second column? 3. Total, how many dolls are there? 7. Okay, very good. കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് വൺ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓൾ ഓഫ് യു ടേക്ക് ഓവർ. വെരി ഗുഡ് ബബിക. എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? ഷോ യുവർ തമ്പ്. ഓക്കെ, വെരി ഗുഡ്. തമ്പ് കാണിച്ചാൽ മതി, മിസ് നോക്കട്ടെ. ഇഷാൻ വെരി ഗുഡ്. മുഹമ്മദ് സാദ് വെരി ഗുഡ്. ഓക്കെ, ആരോമൽ ഗുഡ്. ക്രിസ്റ്റി അവേദ്യ ഗുഡ്. Amna, very good. Next, Anaya, did you finish? Christy Joseph, okay, good. Anaya Rose, did you finish your work? Yes, good. Next, Kashinath. Okay, okay. Ellarum nanna complete cheyidu alle. Ellarum very good students alle. Very good. Okay, very good. Okay, textbook keep down and close there. All of you take your slate. കഴിഞ്ഞ പീരീഡ് മിസ് പറഞ്ഞായിരുന്നു സ്ലേറ്റ് എടുക്കണം എന്നല്ലേ? എല്ലാവരോടും സ്ലേറ്റ് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. സ്ലേറ്റ് എടുത്ത എല്ലാവരും? എല്ലാവരും റെഡി ആയോ? ഓക്കെ, റൈറ്റ് മിസ് എഴുതി കാണിക്കണായിരിക്കും അല്ലേ? 3 plus 3. സ്വന്തമായിട്ട് ചെയ്യണേ. എങ്ങനെ ചെയ്യണം? ഇവിടെ ഒരു 30 കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ? ഇവിടെ ഒരു 3 ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയും 3 ഉണ്ട്. 3 chocolates are there. ഇങ്ങനെ ചെയ്യണം. അന്നേരം ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. വെരി ഗുഡ് ഇഷാൻ, വെരി ഗുഡ്. അന്നേരം 1 2 3 4 5 6 അല്ലേ? വെരി ഗുഡ്. 6 വരും. യാ, കുറേ പേര് ചെയ്യാൻ പഠിച്ചു, നല്ല പിള്ളേരാണ്. 6 വരും അല്ലേ? എന്നിട്ട് താഴെ ഈ 2 ലൈൻ ഇടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ചെയ്ത് കഴിയുമ്പം ചിലവർ എഴുതുന്നത് എങ്ങനെയാണ്? ഇപ്പൊ 3 എഴുതി. കഴിഞ്ഞ വർഷമൊക്കെ കുറേ പേര് എഴുതിയതായിരുന്നു ഇത്. ഇങ്ങനെ UKG നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ. ഇത് 3 എഴുതും. എന്നിട്ട് ഇവിടുത്തെ ഈ വര ഇടിയല്ല, എന്നിട്ട് 6 എന്ന് എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ ചെയ്യരുത്. ഈ താഴെ ഒരു വരയുണ്ട് കേട്ടോ. ഈ ലൈൻ ഇട്ട ശേഷം ഇത് വരും. അത് കഴിഞ്ഞിട്ട് 2 ലൈൻസ് വരയ്ക്കണം. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഈ നമ്പറിന്റെ നേരെ താഴെ തന്നെ എഴുതണം ഈ 6 എന്നുള്ള നമ്പർ. കണ്ടോ? അവിടെ ഇവിടെയും കൊണ്ട് ഇവിടെയൊക്കെ എഴുതി വെക്കരുത്. ഇങ്ങനെയൊന്നും എഴുതി വെക്കരുത് കേട്ടോ. 3 ഇവിടെ അടി ഇതും, എന്നിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും കൊണ്ട് എഴുതി വെക്കരുത്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ 5 plus 4 5 plus 4 സ്ലേറ്റിൽ എഴുതി പഠിക്കാം. എന്നിട്ട് നോട്ട്ബുക്കിലോട്ട് കുറച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. സ്ലേറ്റിൽ നല്ലവണ്ണം എഴുതി പഠിക്കാം. ഇത് നിങ്ങൾ സ്വന്തം ചെയ്യണം.
നിങ്ങൾ ഫിംഗറിൽ നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ 0 ഇട്ടോ സ്റ്റാർ ഇട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ലക്ഷ്മിക്ക് കിട്ടിയോ? ലക്ഷ്മി അഭിലാഷിനെ കിട്ടിയോ? എഴുതാൻ പഠിച്ചോ? കിട്ടിയോ? എഴുതാൻ പഠിച്ചോ ലക്ഷ്മി? ലക്ഷ്മി മറുപടി പറ. കിട്ടിയോ? ചെയ്യാൻ പഠിച്ചോ ലക്ഷ്മി അഭിലാഷ്? ചോദിച്ചോ? ഒന്ന് പറ, നിനക്ക് മനസ്സിലായെങ്കിൽ മിസ്സിനോട് യെസ് എന്ന് പറ. മനസ്സിലായോ ഇല്ലയോ? യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എത്ര പെട്ടെന്ന് എല്ലാരും ചെയ്യുന്നല്ലേ. വെരി ഗുഡ് ആണ്. സ്ലേറ്റ് കാണിച്ചോ മിസ്സിന്? ചെയ്ത് കഴിഞ്ഞവര് സ്ലേറ്റ് കാണിച്ചോ? മിസ് നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ചെയ്തെന്ന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആണല്ലോ. അവധിക്ക് സ്ലേറ്റ് ഇല്ല? വെരി ഗുഡ്. എഡ്വിനൊക്കെ കുറേ 0 ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്വൽ ആൻഡ് ആരോണേ സ്ലേറ്റ് കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, എല്ലാരും വെരി ഗുഡ് ആണ്. എനിക്ക് ജസ്വലിന്റെ ആരോണിന്റെ സ്ലേറ്റ് കാണണം. എലോൺ ഉല്ലാസിന്റെ. ഫിയോണ മരിയ ഷിൻസ് ഓൺ ദ വീഡിയോ. ഓക്കെ എഡ്വിൻ, സ്ലേറ്റ് കീപ് ഡൗൺ. വെരി ഗുഡ് വെരി ഗുഡ്, എല്ലാരും വെരി ഗുഡ് ആട്ടോ. ഓക്കെ, നെറ്റ് പ്രോബ്ലം ആട്ടോ. എല്ലാരും ചെയ്യാൻ പഠിച്ചു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നോ, യെസ് ഓർ നോ? ഓക്കെ, അന്ന ഗ്രേസ് ചെയ്യാൻ പഠിച്ചോ? അന്ന ഗ്രേസ് ഓക്കെ. ഓക്കെ, ആർക്കറിയത്തില്ലാത്ത? മുഹമ്മദ് സാദിനാണ് അറിയത്തില്ലാത്ത. സ്ലേറ്റ് ഇല്ല, അന്നേരം ഒരു റഫ് ബുക്ക് എടുക്കണം. റഫ് ബുക്ക് എടുക്കണം എന്ന് മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? സ്ലേറ്റ് ഇല്ലാത്തവര് റഫ് ബുക്ക് എടുത്തോ കേട്ടോ. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ സ്മോളർ ദാൻ ഒന്ന് ചെയ്ത് കാണിക്കണേ. മിസ് ഇവിടെ എഴുതാം, ഗ്രേറ്റർ ദാൻ ആൻഡ് സ്മോളർ ദാൻ. ഗ്രേറ്റർ ദാൻ ആൻഡ് സ്മോളർ ദാൻ. ആ സിമ്പിൾ ഇട്ട് നിങ്ങൾ സ്ലേറ്റിൽ ചെയ്യുക.
16 and 19, 20 and 20, 34 and 27, 60 and 40, 59 and 75, 95 and 95, 79 and 45, 8 and 3. ഒരെണ്ണോടെ എഴുതാല്ലേ നമുക്ക്? ഓക്കെ, ഒരെണ്ണോടെ എഴുതാലോ മിസ്. മുഹമ്മദ് സാദിന് ഇത് മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ ആൻഡ് സ്മോളർ ദാൻ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആൻഡ് സ്മോളർ ദാൻ മുഹമ്മദ് സാദിന് മനസ്സിലായില്ലേ? ഇല്ല, ഇല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് നമ്പറിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നതാണ് ഗ്രേറ്റർ ദാൻ. സാധാരണ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ആഹാ, വലുതെന്നാണ് ഗ്രേറ്റർ ദാൻ മീൻസ് വലുത്. അതായത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു കാണും അല്ലെ? ഇതിലിപ്പോ ഏത് നമ്പറാണ് ഗ്രേറ്റർ നമ്പർ? വലിയ നമ്പർ ഏതാണ്? 16 ആണോ 19 ആണോ മുഹമ്മദ് സാദേ? ഏതായിരിക്കും? 19. ആ, അന്നേരം മുഹമ്മദ് സാദ് പറഞ്ഞാ മതി. അന്നേരം ബിഗ് നമ്പർ. ഓക്കെ മുഹമ്മദ് സാദ് ലിസൺ. ഈ 19 അല്ലേ ഗ്രേറ്റർ നമ്പർ? വലിയ നമ്പർ 19 അല്ലേ? അന്നേരം ഈ ഓപ്പൺ സൈഡ് എപ്പോഴും 19ന്റെ നേരെയായിരിക്കും തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ 19 ഇവിടെയും 16 ഇവിടെയാണെങ്കിൽ എന്താണ്? ഈ ഓപ്പൺ സൈഡ് നേരെ തിരിഞ്ഞിരിക്കും. പക്ഷേ ഈ ഓപ്പൺ സൈഡ് ഇങ്ങോട്ടേ ഇരിക്കുന്നെങ്കിൽ ഇവിടെ സ്മോളസ്റ്റ് നമ്പറും ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പറും ആണെങ്കിൽ ഇത് സ്മോളർ ദാൻ എന്ന് പറയും. ഇത് സ്മോളർ ദാൻ എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ മുഹമ്മദ് സാദ്. ഇതിപ്പോ ഇത് രണ്ട് സെയിം അല്ലേ? അന്നേരം 20 ഈസ് ഈക്വൽ ടു 20. 20 ഈസ് ഈക്വൽ ടു 20. രണ്ടും ഒരേപോലെയുള്ള നമ്പർ ആയതുകൊണ്ട് ഇത് 20 ഈസ് ഈക്വൽ ടു 20 എന്ന് പറയും. ഇത് 16 ഈസ് സ്മോളർ ദാൻ 19. 19നേക്കാളും ചെറുതാണ് 16. അന്നേരം നമ്മൾ എന്താ പറയണ്ടേ? 16 ഈസ് സ്മോളർ ദാൻ 19 എന്ന് പറയും. എന്താ പറയുന്നേ? 16 ഈസ് smaller than 19. നെക്സ്റ്റ് വണ് ഈക്വൽ ആണ് വരുന്നത്. ഇത് ഈ ചിഹ്നമാണ് വരുന്നത്. അതായത് 20 ഈസ് ഈക്വൽ 20. ഇത് രണ്ടും സെയിം ആണ്. പറഞ്ഞേ 20 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, യെസ് ദേവപ്രിയ. 5ാമത്തെ നമ്പർ 15 ആണോ 75 ആണോ? ഇത് 75 ആ മോളെ. 75. ഇത് 7. നെക്സ്റ്റ് വൺ ലുക്ക്. ഇത് 34 ആൻഡ് 27. ഇതിൽ ഏതാണ് ഗ്രേറ്റർ നമ്പർ? വലിയ നമ്പർ ഏതാണ്? 34 ആണോ 27 ആണോ മുഹമ്മദ് സാദ്? ഏതാണ്? 34. 34. അന്നേരം മൗത്ത് എപ്പോഴും ഓപ്പൺ സൈഡ് എപ്പോഴും എങ്ങോട്ടാണ്? ഈ വലിയ നമ്പറിന്റെ നേരെയായിരിക്കും ഈ ഓപ്പൺ സൈഡ് വരുന്നത്. കണ്ടോ? ഈ ഓപ്പൺ സൈഡ് എപ്പോഴും. അന്നേരം ഈ ഓപ്പൺ സൈഡ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ എന്താ ഇതിന് പറയുന്നേ? 34 ഈസ് ഗ്രേറ്റർ ദാൻ 27. ഇത് നമ്മൾ ഫസ്റ്റ് വൺ എങ്ങനെയാ പറഞ്ഞത്? 16 ഈസ് സ്മോളർ ദാൻ 19. ഫസ്റ്റ് നമ്പർ സ്മോളർ നമ്പർ ആണ്, സ്മോളസ്റ്റ് നമ്പർ ആണ്. അതുകൊണ്ട് സ്മോളർ ദാൻ ആണ് ഇത്. ഇവിടെ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ നമ്പർ ആണ്, വലിയ നമ്പർ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയും. മനസ്സിലായോ?